16 മിനിറ്റുകൾക്ക് മുമ്പ് PV അൻവർ MLA അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ടത് നമുക്ക് വായിക്കേണ്ടതുണ്ട്. PV അൻവർ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതും നോക്കി നിൽക്കുന്ന മറ്റുള്ളവരും ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ നിരാശരായേ മതിയാകൂ. ഈ പാർട്ടിയും വേറെയാണ്, ആളും വേറെയാണ്. ഞാൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്ന ബോധ്യം ഇന്നെനിക്കുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ പാർട്ടി നൽകിയ നിർദ്ദേശം ശിരസാൽ വഹിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ബാധ്യസ്ഥനാണ്. ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പാർട്ടിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നീതി ലഭിക്കും എന്നെനിക്കുറപ്പുണ്ട് എന്ന ഉറപ്പെനിക്കുണ്ട്. ഇതാണ് PV അൻവർ MLA ഇപ്പോഴത്തെ ഫേസ്ബുക്കിൻ്റെ സാരാംശം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആണ് ഞാൻ പറയുന്നത്. പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ, സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ, സഖാക്കളെ മുന്നോട്ട്. ഇതാണ് PV അൻവറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതാണ് PV അൻവറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശ്രീ അനൂപ് VR കൊതിച്ച് മനം കണ്ട് പായസം തയ്യാറാക്കിയതൊക്കെ വെറുതെ ആയല്ലോ. അല്ല, എന്ത് വെറുതെ ആയിന്നാ പറഞ്ഞത്? അൻവറിനെ ഞങ്ങൾ ആരെങ്കിലും സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടോ? അൻവറിനെ സംബന്ധിച്ച് അൻവർ പറഞ്ഞതൊന്നും അല്ല, അൻവർ പറഞ്ഞതൊന്നും ഞാൻ എന്താ പറഞ്ഞത്? കോൺഗ്രസ് പശ്ചാത്തലം എന്ന് പറയുന്നത് അത്ര മോശമല്ല എന്ന്. അത് അൻവറിൻ്റെ കാര്യത്തിലല്ല, ആരുടെ കാര്യത്തിലും മോശമല്ല. ഒരു മുൻ കോൺഗ്രസ്സുകാരൻ അയാളുടെ കോൺഗ്രസ് ഭൂതകാലം അങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അത് സത്യമല്ലേ? കോൺഗ്രസ് മോശപ്പെട്ട പാർട്ടിയാണെന്ന് മതേതരത്വത്തിന്റെ പാതയിൽ മാത്രം ചലിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പശ്ചാത്തലവും. അത് വിസ്മരിച്ചുകൊണ്ടല്ലോ, അത് അറിഞ്ഞുകൊണ്ടാണല്ലോ പാർട്ടിയിലേക്ക് അദ്ദേഹം വന്നത്, അദ്ദേഹം സ്വീകരിച്ചത് പാർട്ടിയല്ല മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ആ സംവിധാനത്തിലേക്ക്. അല്ല, ഞാനൊന്ന് പറയട്ടെ. അല്ല, അത് തന്നെയാണല്ലോ ഞങ്ങളും പറഞ്ഞത്. ഇവിടെ ശരിയായ ദിശയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. നോക്കൂ, അൻവറിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്, 16 മിനിറ്റ് മുമ്പ് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾക്കൊന്ന് വായിക്കാം. ഞാനിപ്പോൾ വായിച്ചത് അതിലെ ഒരു ഭാഗം മാത്രമാണ്, അത് താങ്കൾക്ക് വായിക്കാം. കാരണം അതിൽ അദ്ദേഹം അക്കമിട്ട് നിർത്തുന്നു, താൻ കൊടുത്ത പരാതിയിൽ കൃത്യമായ നടപടി സർക്കാരിനുണ്ട്, പാർട്ടിയും അത് ഉറപ്പു നൽകുന്നു. അതുകൊണ്ട് പരസ്യ പ്രസ്താവനയിൽ നിന്ന് പാർട്ടിയുടെ നിർദ്ദേശം മാനിച്ച് ഞാൻ മാറി നിൽക്കുന്നു. ഇതാണ് PV അൻവർ ഇട്ടിരിക്കുന്ന പോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെന്തിനാണ് പ്രശ്നം?